2023 വിവിധ പരീക്ഷകളിൽ PSC ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശിവഗിരി തീർത്ഥാടനത്തിന്റെ ലക്ഷ്യങ്ങളുമായി ശ്രീനാരായണ ഗുരു അംഗീകരിച്ചവയിൽ ഉൾപ്പെടാത്തത് ഏത്? വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, കൃഷി പ്രോത്സാഹിപ്പിക്കുക, സാങ്കേതിക പരിശീലനം പ്രോത്സാഹിപ്പിക്കുക, സംഭരണം പ്രോത്സാഹിപ്പിക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, സംഭരണം പ്രോത്സാഹിപ്പിക്കുക. ശ്രീനാരായണ ഗുരുവിന്റെ അനുയായികളായ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യർ, TK കിട്ടൻ എന്നിവരാണ് ശിവഗിരി തീർത്ഥാടനം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ശ്രീനാരായണ ഗുരു ഈ ആശയം അംഗീകരിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല മുനിസിപ്പാലിറ്റിയിലെ ഒരു പ്രദേശമാണ് ശിവഗിരി. ഡിസംബർ 30 മുതൽ ജനുവരി 1 വരെയാണ് ശിവഗിരി തീർത്ഥാടനം. തീർത്ഥാടകർ ശ്രീബുദ്ധന്റെ പഞ്ചശുദ്ധി തത്വങ്ങൾ, അതായത് ശരീരം, ഭക്ഷണം, മനസ്സ്, വാക്ക്, പ്രവൃത്തി, അതാണ് പഞ്ചശുദ്ധി തത്വങ്ങൾ അനുസരിച്ച് 10 ദിവസത്തെ ആത്മശുദ്ധീകരണം ആചരിക്കണമെന്ന് ശ്രീനാരായണ ഗുരു നിർദ്ദേശിച്ചു. വിദ്യാഭ്യാസം, ശുചിത്വം, ദൈവത്തോടുള്ള ഭക്തി, സംഘടന, കൃഷി, വ്യാപാരം, കരകൗശല വസ്തുക്കൾ, സാങ്കേതിക പരിശീലനം എന്നിവയാണ് തീർത്ഥാടനത്തിലെ ലക്ഷ്യങ്ങളായി ഗുരു മുന്നോട്ട് വെച്ചത്. തീർത്ഥാടകർക്ക് മഞ്ഞ വസ്ത്രം ധരിക്കാമെന്ന് ഗുരു നിർദ്ദേശിച്ചു. ഇലവുംതിട്ട ഗ്രാമത്തിൽ നിന്ന് 1932 ഡിസംബറിൽ ആദ്യ തീർത്ഥാടനം ആരംഭിച്ചു. ആദ്യ തീർത്ഥാടനത്തിനായി PK ദിവാകര പണിക്കർ, PK കേശവൻ, PK രാഘവൻ, MK രാഘവൻ, S ശങ്കുണ്ണി എന്നീ 5 പേരെയാണ് തിരഞ്ഞെടുത്തത്. ശിവഗിരിയിലേക്കുള്ള വഴിയിലുടനീളം അവർ മഹാകവി കുമാരനാശാൻ എഴുതിയ സ്വാതന്ത്ര്യഗാഥ എന്ന കവിത ആലപിച്ചിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥിതി ചെയ്യുന്നതും ശിവഗിരിയിലാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന്റെ പ്രധാന ഉള്ളടക്കങ്ങൾ ഏവ? ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തരാവകാശികളില്ല. കുറഞ്ഞ വേതനത്തിനും ഉയർന്ന വേതനത്തിനും പരിധിയില്ല. സമൂഹത്തിന്റെ ആവശ്യമനുസരിച്ചാണ് ഉൽപാദനത്തിന്റെ സ്വഭാവം നിശ്ചയിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി, 1, 3 മാത്രമാണ് ശരി. അതായത് ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തരാവകാശികളില്ല. അത് ശരിയാണ്. സമൂഹത്തിന്റെ ആവശ്യം അനുസരിച്ചാണ് ഉൽപാദനത്തിന്റെ സ്വഭാവം നിശ്ചയിക്കുന്നത്. അപ്പോൾ ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം മുന്നോട്ട് വെച്ചതാരാണ്? മഹാത്മാഗാന്ധിയാണ്. സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ് എന്നതിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത്. ദാദാബായ് നവറോജിക്ക് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന് തനതായ സംഭാവനകൾ നൽകിയത് മഹാത്മാഗാന്ധിയായിരുന്നു. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകമായ ഹിന്ദു സ്വരാജ് 1909 ഹിന്ദു സ്വരാജ് വരുന്നത്. അതിലാണ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്രങ്ങളുടെ ആശയങ്ങളുടെ തുടക്കവും. ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയവയായിരുന്നു. അപ്പൊ ട്രസ്റ്റിഷിപ്പ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് തന്നെ അതിൽ എന്തൊക്കെയാണ് ഉള്ളടക്കം എന്ന് നോക്കാം. മുതലാളി തനിക്ക് മാത്രമായുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുകയും സമ്പത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതാണ്. ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തരാവകാശികളില്ല. ഉൽപാദനത്തിന്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് വ്യക്തികളുടെ ഹിതമോ അത്യാഗ്രഹമോ അനുസരിച്ചല്ല, സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അനുസരിച്ചാണ്. മാന്യമായി ജീവിക്കാൻ ഉതകുന്ന കുറഞ്ഞ വേതനം നിശ്ചയിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുവദിക്കാവുന്ന ഏറ്റവും കൂടിയ വേതനത്തിനും പരിധി കൽപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ കുറഞ്ഞ വേതനത്തിനും ഉയർന്ന വേതനത്തിനും പരിധി ഇല്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അത് തെറ്റാണെന്ന് മനസ്സിലാക്കാം. എന്താ ഇവിടെ പറയുന്നത്? മാന്യമായി ജീവിക്കാൻ ഉതകുന്ന കുറഞ്ഞ വേതനം നിശ്ചയിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുവദിക്കാവുന്ന ഏറ്റവും കൂടിയ വേതനത്തിനും ഒരു പരിധി നിശ്ചയിക്കണം എന്നാണ് ട്രസ്റ്റിഷിപ്പിന്റെ തത്വങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തവ ഏത്? അതായത് ജർമേനിയം, സിലിക്കൺ, ടിബിയം. ജർമേനിയം, സിലിക്കൺ, ടിബിയം അതായത് മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണ് എന്ന് പ്രസ്താവിക്കുന്നതാണ് ആധുനിക പീരിയോഡിക് നിയമം. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ഹെൻറി മോസ്ലി ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മോസ്ലി ആണ്. ആധുനിക പീരിയോഡിക് ടേബിളിൽ 7 പീരിയഡും 18 ഗ്രൂപ്പുകളും ഉണ്ട്. മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏത് സബ് ഷെല്ലിലാണോ അതായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക്. പീരിയോഡിക് ടേബിളിൽ 1, 2 ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളെ S ബ്ലോക്കിലും 13 മുതൽ 18 വരെയുള്ളവയെ P ബ്ലോക്കിലും 3 മുതൽ 12 വരെയുള്ളവ D ബ്ലോക്കിലുമാണ്. S ബ്ലോക്ക് മൂലകങ്ങളെ പീരിയോഡിക് ടേബിളിൽ ചുവടെ പ്രത്യേക നിരകളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ തന്നെയാണ് അത് ഉൾക്കൊള്ളുന്ന പീരിയഡ് നമ്പർ. S ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യ S സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും ഗ്രൂപ്പ് നമ്പർ. S ബ്ലോക്ക് മൂലകങ്ങൾ പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. P ബ്ലോക്ക് മൂലകങ്ങളിലെ ബാഹ്യതമ P ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 12 കൂട്ടിയാലാണ് ഗ്രൂപ്പ് നമ്പർ ലഭിക്കുക. P ബ്ലോക്ക് മൂലകങ്ങളും പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. D ബ്ലോക്ക് മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ബാഹ്യതമ S സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും തൊട്ടു മുൻപുള്ള D സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും കൂട്ടുന്നതിന് തുല്യമായിരിക്കും D ബ്ലോക്കുകളിലെ ഗ്രൂപ്പ് നമ്പർ. S ബ്ലോക്ക് മൂലകങ്ങൾ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഹൈഡ്രജൻ അലോഹ സ്വഭാവമാണെങ്കിലും അതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആൽക്കലി ലോഹങ്ങളുടേതിന് സമാനമാണ്. അതിനാൽ ഹൈഡ്രജനെ 1-ാം ഗ്രൂപ്പിലെ ഏറ്റവും മുകളിലായിട്ടുള്ള സ്ഥാനം നൽകിയിരിക്കുന്നു. ഹൈഡ്രജൻ ഒഴികെയുള്ള S ബ്ലോക്കിലെ മൂലകങ്ങൾ എല്ലാം ലോഹങ്ങളാണ്. D, F എന്നീ ബ്ലോക്കിലെ എല്ലാ മൂലകങ്ങളും ലോഹങ്ങളാണ്. P ബ്ലോക്കിൽ ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ എന്നിവ കാണപ്പെടുന്നു. അപ്പോൾ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവങ്ങൾ പ്രദർശിപ്പിക്കുന്ന മൂലകങ്ങളെ നമ്മൾ മെറ്റലോയിഡ് അഥവാ ഉപലോഹങ്ങൾ എന്ന് പറയും. സിലിക്കൺ, ജർമേനിയം, ആഴ്സനിക്, ആന്റിമണി. ആന്റിമണിയാണ് സ്റ്റിബിയം എന്നറിയപ്പെടുന്നത്.
ടെലൂറിയം എന്നിവ ഉപലോഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പൊ നമ്മളിവിടെ കണ്ടത് ജെർമേനിയം, സിലിക്കൺ, സ്റ്റിബിയം. ജെർമേനിയം, സിലിക്കൺ, ആന്റിമണി എന്നിവ എന്താണ്? ഉപലോഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. ആൻസർ ഓപ്ഷൻ ഡി, ബാർട്ടൺ ഗർത്തം. മൂന്ന് വശങ്ങളും കരയാൽ ചുറ്റപ്പെട്ടതിനെ നമ്മൾ എന്തെന്ന് പറയും? ഉൾക്കടൽ അഥവാ ബേ എന്ന് പറയും. രണ്ട് കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ സമുദ്രഭാഗത്തെ സ്ട്രെയിറ്റ് അഥവാ കടലിടുക്ക് എന്ന് പറയും. സമുദ്രത്തിന്റെ കരയോട് ചേർന്ന ഭാഗമാണ് പൊതുവെ കടൽ എന്നറിയപ്പെടുന്നത്. ഉദാഹരണത്തിന് അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ്. പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം, ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം ഇവയാണ് ലോക സമുദ്രങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം നമുക്കറിയാം പസഫിക് സമുദ്രമാണ്. അതിന്റെ വിസ്തീർണം 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ നമുക്കറിയാം ചലഞ്ചർ ഡീപ്പ് ആണ്. നീണ്ട ആകൃതിയിലുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. നീണ്ട ആകൃതിയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂർട്ടോ റിക്ക ഗർത്തം. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക് സമുദ്രമാണ്. ഇന്ത്യൻ സമുദ്രത്തിന്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് ബാർട്ടൺ ഗർത്തം. സമുദ്രങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുതാണ് ആർട്ടിക് സമുദ്രം. ആർട്ടിക് സമുദ്രത്തിന്റെ വിസ്തൃതി 14.09 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓക്കെ.